പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് അത് നൽകിയിട്ടുള്ളത്. മക്കൾ പോയി കണ്ട് നന്നായിട്ട് പഠിക്കണേ. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകൾ ഏതെല്ലാം? ഇംഗ്ലീഷ്, ഹിന്ദി. ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചിട്ടുള്ള ഇന്ത്യൻ ഭാഷകൾ ഏതെല്ലാം? തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ളത് 2013 2024 ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ള ഭാഷകൾ മറാത്തി, ബംഗാളി, പാലി, പ്രാകൃത്, അസമീസ്. ഇപ്പോൾ ഇന്ത്യയിൽ 11 ഭാഷകൾക്കാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷകളാണ് ഹിന്ദി, ബംഗാളി, തെലുങ്ക്, മറാത്തി, തമിഴ്, ഉറുദു, ഗുജറാത്തി, കന്നഡ, ഒഡിയ, മലയാളം. നമ്മുടെ ചാനലിലൂടെ LSS USS ക്ലാസ്സുകളും എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും നൽകുന്നുണ്ട് കേട്ടോ. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് LSS USS എക്സാമുകൾക്ക് പ്രയോജനകരമാവുന്ന ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അവസാനം രൂപം കൊണ്ട ഇന്ത്യൻ സംസ്ഥാനം ഏത്? തെലുങ്കാന. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചതാര്? രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയതാര്? രാംസിംഗ് ടാഗോർ. ആദ്യമായി ദേശീയ ഗാനം ആലപിച്ചതെവിടെ? 1911 ഡിസംബർ 27 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൊൽക്കത്ത സമ്മേളനത്തിൽ. ഏത് ഭാഷയിലാണ് ദേശീയ ഗാനം എഴുതിയത്? ബംഗാളി. നമ്മുടെ ദേശീയ ഗീതം ഏത്? വന്ദേ മാതരം. വന്ദേ മാതരം എഴുതിയതാര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഏത് ഭാഷയിലാണ് ദേശീയ ഗീതം എഴുതിയത്? സംസ്കൃതം. വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൻ്റെ ഭാഗമാണ്? ആനന്ദമഠം. ഇന്ത്യയുടെ ദേശീയ നദി ഏത്? ഗംഗ. നമ്മുടെ ദേശീയ ജലജീവി ഏത്? ഗംഗ ഡോൾഫിൻ. ദേശീയ മത്സ്യം അയല. ദേശീയ കായിക വിനോദം ഹോക്കി. ഇന്ത്യയുടെ ഔദ്യോഗിക സിവിൽ കലണ്ടർ ഏത്? ശകവർഷ കലണ്ടർ. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന. ദേശീയ ഫലം മാങ്ങ. മാങ്ങ ദേശീയ ഫലമാക്കിയ മറ്റൊരു രാജ്യം? പാകിസ്ഥാൻ. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമര. താമര ദേശീയ പുഷ്പമാക്കിയ മറ്റു രാജ്യങ്ങൾ? ഈജിപ്ത്, വിയറ്റ്നാം. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ. ദേശീയ മുദ്ര സിംഹമുദ്ര. ദേശീയ മരം ആൽമരം. ദേശീയ പതാകയിൽ എത്ര നിറങ്ങളുണ്ട്? കുങ്കുമം, വെള്ള, പച്ച, നേവി ബ്ലൂ. അശോകചക്രത്തിൻ്റെ നിറം നേവി ബ്ലൂ. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര്? പിംഗലി വെങ്കയ്യ. ദേശീയ പതാകയുടെ നീളത്തിൻ്റെയും വീതിയുടെയും അനുപാതം 3:2. ദേശീയ പതാകയുടെ നിറങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെ? കുങ്കുമം പരിശുദ്ധിയും ആത്മീയതയും, വെള്ള സത്യവും സമാധാനവും, പച്ച സമൃദ്ധിയും ഫലപുഷ്ടിയും, ചക്രം നീതി. നമ്മുടെ പ്രതിജ്ഞ എഴുതിയതാര്? വെങ്കിട്ട സുബ്ബറാവു. മുഴുവൻ പേര് വൈദ്യമാരി വെങ്കിട്ട സുബ്ബറാവു. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏത്? ലക്ഷദ്വീപ്. ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജമ്മു കാശ്മീരിനെ ലഡാക്ക്, ജമ്മു കാശ്മീർ എന്ന 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി തിരിച്ചിട്ടുണ്ട്. ദേശീയ മുദ്ര നാം സ്വീകരിച്ചത് എവിടെ നിന്ന്? സാരാനാഥിലെ അശോക സ്തൂപത്തിൽ നിന്ന്. ദേശീയ മുദ്രയുടെ താഴെ സത്യമേവ ജയതേ എന്ന് ദേവനാഗരി ലിപിയിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ദേശീയ മൃഗം കടുവയാണ്. എന്നാൽ കടുവ ദേശീയ മൃഗമായ മറ്റു 2 രാജ്യങ്ങളാണ് ബംഗ്ലാദേശ്, ദക്ഷിണ കൊറിയ. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം തമിഴ്നാട്. വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ അയൽ രാജ്യം ചൈന. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാൻ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ അയൽ രാജ്യം
മാലിദ്വീപ്. മക്കളെ ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അയൽരാജ്യമാണ് ഭൂട്ടാൻ. എന്നാൽ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം മാലിദ്വീപാണ്. നിങ്ങൾ മാപ്പ് ശ്രദ്ധിച്ചിട്ടില്ലേ? മാലിദ്വീപുമായി സമുദ്രാതിർത്തിയാണ് പങ്കിടുന്നത്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. 9 സംസ്ഥാനങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന 9 രാജ്യങ്ങളാണുള്ളത്. പാകിസ്ഥാൻ, മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, ചൈന, ഭൂട്ടാൻ. ഇത് കരാതിർത്തിയാണ്. സമുദ്രാതിർത്തി പങ്കിടുന്നത് ശ്രീലങ്ക, മാലിദ്വീപ്. വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാക്കോളാണ്. ഇനി മറ്റുള്ള വിവരങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ നിൽക്കുക. എല്ലാവരും നമ്മുടെ ചാനൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക് യു.